ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാണൊക്കെ കണ്ട പോലെ തന്നെ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെയിൻ പോയിന്റ് നോട്ട് ചെയ്യാൻ മറക്കണ്ട. എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ പണി കിട്ടാം. അത് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പ് കൂടെ ചെയ്താലും ഡയറക്റ്റ് അവർ ഒഫീഷ്യൽ ആപ്പിൽ കൂടെ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു കോമൺ എന്താ പറയാ പണി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതാണ്. ഇപ്പൊ എനിക്ക് റീസെന്റ് ഇപ്പൊ ഞാൻ BOB കാർഡിന് പേയ്മെന്റ് ചെയ്തപ്പോൾ എനിക്ക് ഇടയ്ക്ക് പണി കിട്ടി. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. നമ്മുടെ മൂന്നാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്തവർ കണ്ടു നോക്കുക. നമ്മളതിൽ ന്യൂസുകളാണ് ചെയ്യുന്നത്, ടെക്നിക്കലും ഫൈനാൻഷ്യലും സംഭവമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ടെലിഗ്രാം ചാനലിന്റെയും ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോർവേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് അതിൽ കുറെ റെഫറൽ ലിങ്ക്സും ലോൺ അപ്ലൈ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ajmb.banksupport.in സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും വിത്ത് അവർ റെഫറൽ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇൻകം പ്രൂഫ് ഇല്ലാതെ അപ്ലൈ ചെയ്യാം. കിട്ടാനുള്ള ചാൻസ് കൂടുതലേക്ക് കിട്ടാം. മറക്കണ്ട, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എന്തായാലും എനിക്ക് ആ സംഭവിച്ച സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്റെ നിങ്ങൾക്ക് അറിയാം, എന്റെ രണ്ട് BOB ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ട്. അതായത് സ്നാപ്ഡീൽ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. നമ്മൾ എന്റെ വീഡിയോ മുമ്പ് കുറെ കാലമായിട്ട് ഞാൻ BOB ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്നാപ്ഡീൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2 കൊല്ലമായി തോന്നുന്നുണ്ട്. BOBയുടെ സ്നാപ്ഡീൽ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ HPCL നമ്മുടെ BOB ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോ രണ്ടും റൂപേ വേരിയന്റിൽ വരുന്ന കാർഡാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, റൂപേ വേരിയന്റ് വരുന്ന കാർഡിൽ നമുക്ക് ആക്ച്വലി UPI ആഡ് ചെയ്തിട്ട് നമുക്ക് UPI കാർഡായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ നോർമലി ഉപയോഗിക്കാറ് നമ്മുടെ സ്നാപ്ഡീലിന്റെ BOB കാർഡാണ് UPI കാർഡായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ 1% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ UPI സംഭവം ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താ പറയാ നമ്മുടെ സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ബില്ല് വന്നത് 10,000 സംതിങ് ആണ്. കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 8,500 സംതിങ് ആ റേഞ്ചാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു 10,000 ഞാൻ റൗണ്ട് ആക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എനിക്ക് ആക്ച്വലി ബില്ല് വരിക 16-17 നോർമലി എന്റെ BOB കാർഡിന്റെ ബില്ല് വരിക. അപ്പൊ ഞാനത് നോർമലി അടയ്ക്കാതെ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ അടയ്ക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് അടയ്ക്കാറ്. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ എനിക്ക് ഡ്യൂ ഡേറ്റ് വരുന്ന 5-ാം തീയതിയാണ്, അടുത്ത മാസം 5-ാം തീയതി. അതായത് ഇനിയിപ്പോ ഈ 5-ാം തീയതി വരാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ജൂലൈ ആയാലോ. അപ്പോ ഞാൻ നോർമലി ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം 10 ദിവസം ഗ്യാപ്പ് വെച്ച് ഡ്യൂ ഡേറ്റ് ആയിട്ട് ഒരു 10 ദിവസം ഗ്യാപ്പ് വെച്ചിട്ടാണ് എപ്പോഴും ബില്ല് അടയ്ക്കാറ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. 99% ആൾക്കാർക്കും ഒരു വട്ടെങ്കിലും ഇങ്ങനത്തെ ഒരു പണി കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു 7 കൊല്ലൊക്കെ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ഇതുവരെയായിട്ടും ചില പണി കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ഇങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടില്ല. ഞാൻ നോർമലി പറഞ്ഞല്ലേ, ഞാൻ ഇത്ര ഗ്യാപ്പ് വെച്ചിട്ട് പേ ചെയ്യാറ്. അപ്പൊ ശരിക്കും ഞാൻ 25-ാം തീയതി എന്റെ BOB ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചാണ്. 2 ബില്ല് ഒരുമിച്ച് അടച്ചത്. പക്ഷെ ഒരെണ്ണം ക്രെഡിറ്റ് ആയില്ല, ഒരെണ്ണം അപ്പൊ തന്നെ ക്രെഡിറ്റ് ആയി, അപ്പൊ തന്നെ മെസ്സേജും സംഭവം പോയി. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് അറിയിക്കും BOB ക്രെഡിറ്റ് കാർഡിന്റെ കസ്റ്റമർ സപ്പോർട്ട് മിക്ക ക്രെഡിറ്റ് കാർഡ്സുകളിലും നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലത്തെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഭയങ്കര എന്ന് തന്നെ അവിടെ പറയേണ്ടി വരും. അപ്പൊ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു, ഇമെയിൽ അയച്ചു, ട്വിറ്ററിൽ അയച്ചു, കോൾ ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടാ, ഒന്നും കിട്ടുന്നില്ലതാ. ഞാൻ ലാസ്റ്റ് കംപ്ലൈന്റ് ചെയ്യുന്നവരെ പറഞ്ഞു. ഞാൻ ലാസ്റ്റ് കംപ്ലൈന്റ് ചെയ്യാൻ പോയതാണ്. അത് കണ്ടു അവരെ ട്വിറ്ററിൽ ഞാൻ ചാറ്റ് ചെയ്താണ്. ഇവരെ ഡയറക്റ്റ് നമുക്ക് ചാറ്റ് ചെയ്യാനും പറ്റില്ല. ഇവര് ഇത് ഇങ്ങനെ ഒരു സംഭവം ചാറ്റ് ചെയ്താണ്. അതുപോലെ തന്നെ ഇമെയിലും ഉണ്ട്. ഇമെയിൽ ഇപ്പൊ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ 25-ാം തീയതി അടച്ചാണ് കേട്ടാ. എവിടെ ഇമെയിൽ BOB എവിടെ? കുറെ മെയിൽ വന്നതിന് ശേഷം BOB ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് തൊട്ട് നമ്മളെ BOBയുടെ ഇപ്പോഴത്തെ റീസെന്റ് സാധനങ്ങളാണ്. അത് ഇന്നത്തെ ഓക്കെ എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും നോർമലി ഒരു ഒഫീഷ്യൽ ആപ്പിൽ കൂടെയാണ് BOBയുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടെയാണ് ബില്ല് അടച്ചത്. റേസർ പേ ത്രൂ ആണ് ബില്ല് അടച്ചത്. ഒരു 8-5-8 സംതിങ് ആയിരുന്നു ബില്ല്. അത് അടച്ചു. അപ്പൊ തന്നെ അതില് സക്സസും സംഭവങ്ങളൊക്കെ കാണിച്ചു. നോർമലി BOB കാർഡിന്റെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് നമുക്ക് നോർമലി അപ്പൊ തന്നെ ഇമെയിലും മെസ്സേജൊക്കെ നമുക്ക് പേയ്മെന്റ് റിസീവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറഞ്ഞ സ്നാപ്ഡീലിന്റെ കാർഡിന്റെ പേയ്മെന്റ് വന്നില്ല. പക്ഷെ ഞാൻ നോർമലി നിങ്ങൾക്ക് ആയിരിക്കും എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ലാസ്റ്റ് പേജ് വരുമല്ലോ സക്സസ്ഫുൾ, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ റെഫറൻസ് നമ്പറും സംഭവങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ ട്രാൻസാക്ഷൻ ID അങ്ങനെ സംഭവങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അത് എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്ത് വെച്ചാൽ നമ്മൾ സക്സസ്ഫുൾ കാണിച്ചല്ലോ. പിന്നെ നമുക്ക് മെസ്സേജ് ഒന്നുമില്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലി ചിലപ്പോൾ ഒരു 48 അവറൊക്കെ എടുക്കാറുണ്ട്. ചിലപ്പോൾ ഇത് എന്താ പറയാ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവാൻ. അപ്പൊ നോർമൽ ടൈമാണ്. നോർമലി ഇപ്പൊ നമ്മൾ കസ്റ്റമർ കെയറിനെ ആ സമയത്ത് കോൺടാക്ട് അവർ പറയും 48 മണിക്കൂർ വെയിറ്റ് ചെയ്യാനൊക്കെ പറയാം.
അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് വെയിറ്റ് ചെയ്യാം, 48 days കഴിഞ്ഞിട്ട് 48 hour കഴിഞ്ഞിട്ട് വരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ പക്ഷെ എന്നാലും 48 മണിക്കൂർ കഴിഞ്ഞു, മെസ്സേജ് ഒന്നും വരുന്നില്ല. ലാസ്റ്റ് ഞാൻ ഒരു 25-ാം തീയതിയാണ് ഞാൻ ബില്ലടച്ചത്. 27-28 ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. പക്ഷെ ഇവരെ കോളേജിൽ ഒരു റിപ്ലൈ മര്യാദ കിട്ടുന്നില്ല. ഇമെയിൽ അയച്ചു, റിപ്ലൈ സംഭവമൊന്നുമില്ല. ട്വിറ്ററിൽ അയച്ചപ്പോൾ റെക്കോർഡ് മെസ്സേജാണ് വരുന്നത്. ഒരു രക്ഷയില്ല. ലാസ്റ്റ് അവരുടെ ടോൾ ഫ്രീ നമ്പർ വിളിച്ചു. ടോൾ ഫ്രീ നമ്പർ വിളിച്ചപ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക, ഇവരെ വിളിക്കുക, അവരെ വിളിക്കുക, അങ്ങോട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നെറ്റ് ബാങ്കിങ് ത്രൂ അടിച്ചത്. അപ്പൊ എന്റെ ബാങ്കിന്റെ കസ്റ്റമർ കെയറിനെ വിളിച്ചു. അതുപോലെ തന്നെ നമുക്ക് അതിൽ റിസർവ് പേന്റെ പേയ്മെന്റ് ഗേറ്റ് വേ ത്രൂ അടിച്ചു. അപ്പൊ അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു പേയ്മെന്റ് സക്സസ്ഫുൾ ആണ്, സെറ്റിൽ ആയിട്ടെന്നൊക്കെ പറഞ്ഞു. അവരെനിക്ക് സ്ക്രീൻഷോട്ട് നമ്മളെ കഴിച്ചു. ഇതൊക്കെ അവർ കഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒരു റിപ്ലൈ തരണ്ടേ. ലാസ്റ്റ് 29-ാം തീയതി ആയപ്പോൾ ഒരു ഇമെയിലിന് റിപ്ലൈ തന്നു. ഞങ്ങൾക്ക് ഇവിടെ ആ ട്രാൻസാക്ഷൻ ഒന്നും കാണിക്കുന്നില്ല, ഈ ഡേറ്റിന് ട്രാൻസാക്ഷൻ ആയിട്ട് നടന്നൊന്നും കാണിക്കത്തില്ല മെയിൽ വന്നു. അപ്പൊ ഞാൻ പെട്ട് എന്നുവെച്ചാൽ 5-ാം തീയതി ആയി കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂ ഡേറ്റ് ആയി. ഇപ്പൊ ഇനി മിക്കതും ആദ്യം അടയ്ക്കേണ്ടി വരും. റീഫണ്ട് കിട്ടിയാൽ തന്നെ അഗൈൻ ഒരു 8 രൂപ ഒന്നുകൂടെ അടയ്ക്കേണ്ടി വരും. റീഫണ്ട് കിട്ടുമെന്ന് അറിയില്ല. ഇവര് പറയുന്നത് ഇവരുടെ ഇതൊന്നും കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ മെയിൻ എന്താ പറയാ നമ്മുടെ ഒരു സേവിങ്സ് അക്കൗണ്ട് ത്രൂ അടച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് പറഞ്ഞു സാധനം ഇവിടെ സക്സസ്ഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ മറിച്ച് അത് ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ നോർമലി ഒരു 5 to 6 days ആയി കഴിഞ്ഞാൽ റീഫണ്ട് ഓട്ടോമാറ്റിക്കലി ഇനിഷ്യേറ്റ് ആവേണ്ടതാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ആദ്യം ഒരു ദിവസം വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോ 21-ാം തീയതിയാണ് അടച്ചത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ ഈ ജൂലൈ മാസം ആവണം. പക്ഷെ എന്നാലും നമുക്ക് ഈ സാധനം 5-ാം തീയതിക്കുള്ളിൽ അടയ്ക്കും വേണം. ഇനിയിപ്പോ എന്താ പറയാ ചിലപ്പോ ഡേറ്റ് കഴിഞ്ഞ് ഡ്യൂ ഡേറ്റ് അടച്ചില്ല ചിലപ്പോ അവർ ഇനി ഫൈനും സംഭവം കയറ്റി തുടങ്ങും ചെയ്യും. അത് കയറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അടച്ച് ഫുള്ളായിട്ട് അടയ്ക്കാൻ ഭയങ്കര പാടാ. അപ്പൊ അത് ഞാൻ ഇതുവരെ രക്ഷയില്ല. ഞാൻ എത്രയും നേരം കോൺടാക്ട് ചെയ്തത് കോൾ ത്രൂ ആയാലും ഇമെയിൽസ് ആണ്, നിറച്ച് ഇമെയിൽസ് ആണ് അടുപ്പിച്ചടുപ്പിച്ച്. ഇവർക്ക് ആക്ച്വലി ഇവരെ മെയിൻ കസ്റ്റമർ കെയർ ഇമെയിൽ അതായത് CRM@bobfinancial.com ഉണ്ട്. പിന്നെ കസ്റ്റമർ കെയർ .bobcards.com അങ്ങനെ കുറെ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ അവരുടെ ഇപ്പൊ നിങ്ങൾക്ക് ഇവരുടെ ഈ കസ്റ്റമർ കെയർ ഒന്നും സോൾവ് ചെയ്ത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഹയർ ഒഫീഷ്യൽസിനെ കോൺടാക്ട് ചെയ്യാനുള്ള വേറെ മെയിൽ ഉണ്ട്. അതിലേക്കൊക്കെ അയച്ച് ലാസ്റ്റ് ഇവര് പറഞ്ഞു നമുക്ക് എന്താ പറയാ ആദ്യം ഇവര് പ്രൂഫ് അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പ്രൂഫൊക്കെ അയച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അത് ഇവര് ഈ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി ചെയ്ത സാധനങ്ങളൊക്കെ പിന്നെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ പറഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ RBI നമ്മുടെ കംപ്ലൈന്റ് ചെയ്യും, മാനുവലായിട്ട് തന്നെ കംപ്ലൈന്റ് ചെയ്യും. നമുക്ക് ആ പരിചയമുള്ള ആളുണ്ട് ഫ്രണ്ടിന് നമ്മൾ കോൾ ചെയ്തപ്പോ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ തന്നെ നമുക്ക് 1 മണിക്കൂറിൽ അന്നേരം മെയിൽ റിപ്ലൈ വരും, അതിന് റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഒരു അരമണിക്കൂർ എനിക്ക് ഒരു മെയിൽ വന്നിട്ട്. അപ്പൊ അതിൽ നമുക്ക് നിങ്ങൾ അടച്ച ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ അടച്ച എമൗണ്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു PDF ഫോർമാറ്റിൽ. അത് ഞാൻ അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് സാറ്റർഡേ സൺഡേ വന്നതാണ് പണി കിട്ടി. അപ്പൊ സാറ്റർഡേ സൺഡേ പിന്നെ രക്ഷയില്ലല്ലോ. അപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 12 മണിക്കൂറെല്ലാം ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞവര്. അപ്പൊ അതിനുശേഷം പിന്നെ നമുക്ക് സൺഡേ ആയിരുന്നു, അത് പിന്നെ രക്ഷയില്ല. അപ്പൊ ഇന്ന് മൺഡേ, നമ്മൾ വീഡിയോ എടുക്കുന്നത് മൺഡേ തന്നെയാണ്. ഇന്ന് കാലത്തായപ്പോ അവരുടെ റിസീവറിൽ മെസ്സേജ് വന്നു. രക്ഷയില്ല, എത്ര നേരം അറിയാം. അപ്പൊ ഞാൻ ആക്ച്വലി ഈ കഥ പറയാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ മിനിമം ഒരു 10 ദിവസമെങ്കിലും ഗ്യാപ്പ് വെച്ചിട്ട് അടയ്ക്കാട്ടെ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ ഇങ്ങനെ പണി വരാം. ഇതിപ്പോ നമ്മളൊരു തലേദിവസമോ അല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പാണ് ബില്ല് അടച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കതും ഫൈൻ കയറിണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ആ ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്കത് ഡ്യൂ ഡേറ്റ് ആയി ഫൈൻ കയറും, ഫൈനും കയറും, ഇൻട്രസ്റ്റും കയറും, എല്ലാം കയറും. അപ്പൊ വൻ നഷ്ടം വരും നമ്മുടെ സിവിൽ സ്കോറിനെ എഫക്ട് ചെയ്യുമ്പോൾ. 3 സ്ഥലങ്ങളാണ് സിവിലിനെ എഫക്ട് ചെയ്യുന്നാലും പിന്നെ അതിന്റെ പിന്നാളൊക്കെ വരും. ചെമ്മമാരെ കറക്റ്റ് നിങ്ങൾക്കായിരിക്കും ഇത് ഡെയിലി ചിലപ്പോൾ ഈ എമൗണ്ട് ചേഞ്ച് ചെയ്യും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് വെച്ചിട്ട് മാത്രം അടയ്ക്കാട്ടോ. അത് ഏത് കൂടെ അടച്ചാലും തേർഡ് പാർട്ടി ആയാലും ഒഫീഷ്യൽ. അപ്പൊ ഇത് മെയിൻ ഒരു പോയിന്റ് ആണ് വെച്ചാൽ കുറെ പേര് മിസ് ചെയ്യുന്നതാണ്. എല്ലാവരും തലവസ്ഥയ്ക്ക് വെക്കും. എല്ലാവരും മെയിൻ പരിപാടിയാണ് തലവസ്ഥയ്ക്ക്. നമ്മൾ റീചാർജ് ആയി ചെയ്യുന്ന പോലെയാണ് തലവസ്ഥയ്ക്ക് സാധനം തലവസ്ഥയ്ക്ക് വെക്കരുത് കേട്ടോ. പണി കിട്ടണ വഴി അറിയില്ല. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് നഷ്ടമായിരിക്കും. നിങ്ങൾക്കറിയാം ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അമ്മാരി കത്തി ഇൻട്രസ്റ്റ് റേറ്റ് ആനുവലി 4.46-45 അങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോ ഡ്യൂ ഡേറ്റ് ആക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന്റെ തൊട്ടടുത്ത് എത്താൻ നിൽക്കാതെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് വെച്ചിട്ട് മിനിമം ഒരു 1 വീക്കെങ്കിലും മിനിമം വെച്ചിട്ട് അടയ്ക്കാൻ നോക്കാട്ടോ. അപ്പൊ ഇതൊരു വല്ലാത്തൊരു മെയിൻ പോയിന്റ് വെച്ചാൽ കുറെ പേര് ഇതുപോലെ ഫോളോ ചെയ്യാണ്ട് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോ എനിക്കിപ്പോ റീസെന്റ് ഇതുപോലെ സംഭവം ഉണ്ടായപ്പോഴാണ് നമ്മളിത് ഒന്നുകൂടി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുന്നത് ഇതിൽ നമ്മൾ ഇടണമെന്നില്ല.
ഇത് നമ്മുടെ രണ്ടാമത്തെ ചാനലാണല്ലോ. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അപ്രൂവൽ റേറ്റ് കൂടുതലുള്ള ക്രെഡിറ്റ് കാർഡ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ അടുത്ത് കാണാം. ബൈ.